സൂപ്പർ പോയിന്റ് ചർച്ച തുടരുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ ശ്രീകാന്ത് ചൂണ്ടിക്കാട്ടിയ കാര്യം സാർ, അതായത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, ഈ രണ്ട് ചെറുപ്പക്കാർ അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരുന്നു. ഇനി പോട്ടെ, അത് അത്രയ്ക്കേ ഉള്ളൂ എന്ന നിലയിൽ പോലീസ് കരുതിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് പോലീസ് പരിശോധിക്കാൻ എന്തെങ്കിലും പ്രാദേശികമായ വീഴ്ച വന്നിട്ടുണ്ടാവാം. അതിനൊക്കെ ജീവനാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ ഗൗരവത്തോടെ എടുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുകയുണ്ടായി, നോർത്തേൺ റേഞ്ചിലെ ADGP ആ ധവാൻ പോയതിന് ശേഷം 8 മാസമായി ആ കസേര ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ തെക്കൻ റേഞ്ചിലെ ADGP അനിൽകാന്താണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സഞ്ചരിക്കുന്ന അതേ തീവണ്ടിയിൽ കയറി അദ്ദേഹം ഈ സംഭവ സ്ഥലത്തെത്തുകയാണ്. അപ്പോൾ ഈ നോർത്തേൺ റേഞ്ചിലെ ഒരു ADGPയുടെ കസേര 8 മാസമായി ഒഴിഞ്ഞു കിടക്കുന്നത് ആർക്ക് സഹായകരമാകും? അക്രമികളുടെ ഭാഗം എന്ന് ആലോചിച്ചാൽ മതി. ഞങ്ങൾക്ക് അനുകൂലമായൊരു അവസരം ഉണ്ടായിരിക്കുന്നു, ഞങ്ങൾക്ക് കൊലക്കത്തി ആരുടെ പള്ളിയിൽ കയറ്റാനുമുള്ള സാഹചര്യം സർക്കാരായി തന്നെ ഒരുക്കിയിരിക്കുന്നു. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ സുരേന്ദ്രൻ ഇപ്പോൾ തിരികെ എത്തിയിട്ടുണ്ട്. ശ്രീ കെ സുരേന്ദ്രൻ, ഇവിടെ ശ്രീകാന്തിൻ്റെ ചോദ്യത്തിനുള്ള മറുപടി അത് ഗൗരവതരമായൊരു ചോദ്യമാണ്. ഈ 2 പേരുടെ പ്രാണന് ഭീഷണിയുണ്ട് എന്ന് അവർ തന്നെ വിലപിക്കുന്നത് പോലീസ് കേട്ടില്ല എങ്കിൽ അത് അധികാര ദുർവിനിയോഗം എന്ന് നിങ്ങൾക്ക് ന്യായീകരിക്കാം. പക്ഷെ നിങ്ങൾ കേൾക്കാതെ പോയതോ? നിങ്ങൾ ഈ ചന്ദ്രശേഖരനും കുഞ്ഞിരാമനും ഒന്നും അവിടെ പങ്കെടുക്കാതിരുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അത് ആരുടെ ജീവൻ എടുക്കാനുള്ള തിരക്കഥയായിരുന്നു എന്ന് ഇപ്പോൾ വന്നിരുന്നു പറഞ്ഞിട്ട് എന്താണ് ഫലം? അതാണ് ശ്രീ ആനത്തലോട്ടവും പറയുന്നത്. അറിഞ്ഞപ്പോൾ അവർക്കെതിരെ നടപടിയെടുത്തു. നിങ്ങളോ അറിഞ്ഞപ്പോൾ ഒന്നും ചെയ്യാതിരുന്നു, മറ്റുള്ളവർ വന്ന് അവരുടെ തലയെടുത്ത് പൊയ്ക്കൊള്ളട്ടെ എന്ന് ഒരു നിസ്സംഗഭാവത്തിലിരുന്നു. ആരുടേതാണ് വലിയ ധാർമ്മികമായ ഉത്തരവാദിത്തം? അല്ല മിസ്റ്റർ വേണു, അത് ഈ BJPയുടെ ശ്രീകാന്തിൻ്റെ ഒരു വെർഷനാണ്. അദ്ദേഹം അതിൽ ചെയ്യുന്നത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തി CPMന് വെള്ളപൂശാൻ സാധിക്കുമോ എന്നൊരു പരീക്ഷണം കൊണ്ടത് പറഞ്ഞു പോയതാണ്. അവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹക്കീം കുന്നേൽ, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ്, അവിടെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളും, എല്ലാ നേതാക്കന്മാരും, സാജിദ് മൗൽ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരും ഈ വിഷയത്തിൽ ഇടപെട്ട് പോലീസിൽ പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി CPMൻ്റെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ശ്രമിച്ച് പ്രശ്നം പരിഹരിക്കപ്പെട്ടതിന് ശേഷമാണ് പോയത്. പിന്നീട് ഇത്തരം ഒരു സംഭവം വരുമെന്ന് ആർക്കറിയാൻ പറ്റുക? ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? ഒരു പ്രശ്നം, ഒരു ചെറിയൊരു നിസ്സാരമായ കാര്യമുണ്ടായി, അത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കുടുംബത്തിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഈ ക്രിമിനൽ സംഘം ഇതിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് ആർക്ക് മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ശ്രീകാന്തിന് അറിയാം, പക്ഷേ അദ്ദേഹം അത് CPMനെ വെള്ളപൂശാൻ സാധിക്കുമോ എന്നൊരു പരീക്ഷണത്തിൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കിട്ടിയ ഒരു അവസരം ഉപയോഗിച്ചു എന്ന് മാത്രം. അതവിടെ കിടക്കട്ടെ. ഇവിടെ ഏറ്റവും സുപ്രധാനമായ ഒരു പ്രശ്നം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ശ്രീ സുരേന്ദ്രൻ, BJPക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് വരെ കോടിയേരി ബാലകൃഷ്ണനും ഇതിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയാത്ത? നിങ്ങളുടെ നേതാക്കന്മാരെല്ലാം വന്നുവല്ലോ, അന്നും പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് എന്തുകൊണ്ട് CPMന്റെ പേര് പറയാത്തത്? CPMനെ വെള്ളപൂശുന്നത് CPMുമായിട്ട് ഒത്തുകളിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾ BJPയെ പറയുന്നത്. ഞങ്ങൾ ഇതിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് ശരി രണ്ടുപേരും ആ തർക്കത്തിലേക്ക് പോകേണ്ട, അതല്ല വിഷയം. രണ്ടുപേരിലേക്ക് വരാം. ശ്രീ ആനത്തലവട്ടം, പ്രാദേശിക നേതൃത്വത്തെ മാത്രം അവരെ സഹായിക്കാൻ വേണ്ടി കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചത്. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്ത് കാര്യം? അത് ജനം തിരിച്ചറിയും. നിങ്ങളെ ആവശ്യമില്ല. അതെ, അതെന്താ നിങ്ങൾ കിട്ടാവുന്ന അവസരം കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് ആരെ സഹായിക്കാൻ? പക്ഷേ 2 വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ കാര്യമൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസും CPMും ഇത്രയും കാലം ഒത്തുകളിച്ചത് കൊണ്ടാണ് ഈ സ്ഥിതിക്ക് കേരളം എത്തിയിട്ടുള്ളത്. ശരി അല്ലല്ല, അത്തരം വിഷയങ്ങളിലേക്ക് പോയിട്ട് കാര്യമില്ല. ഞാൻ ഇടപെടുകയാണ്. ഇപ്പൊ അപ്രസക്തമായ കാര്യങ്ങളിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ശ്രീ ആനത്തലവട്ടം, പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം, അവിടെ എന്തുകൊണ്ടൊരു ADGP ഇല്ല എന്ന് അദ്ദേഹം തന്നെ ചൂണ്ടിക്കാട്ടുന്നൊരു കാര്യമുണ്ട്. അദ്ദേഹം മുൻ ആഭ്യന്തരമന്ത്രിയും കൂടിയാണല്ലോ. ഏറാൻ മൂളിയായ പോലീസ് ഉദ്യോഗസ്ഥനെ കിട്ടണം. കാരണം ADGP തസ്തികയിൽ ഇരിക്കാൻ കഴിയുന്ന ധാരാളം നോർത്തേൺ റേഞ്ചിലെ ADGP ആയിരിക്കാനുള്ള തസ്തികയിൽ ഇരിക്കാൻ കഴിയുന്ന യോഗ്യതയുള്ള ഉദ്യോഗസ്ഥരില്ലാത്തത് കൊണ്ടല്ല. നിങ്ങൾക്ക്
നിങ്ങളോട് പ്രീതിപ്പെട്ട് നിൽക്കുന്ന ആളെ വെക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. മിസ്റ്റർ വേണു, നിങ്ങൾ ധരിക്കുന്നുണ്ടോ അവിടെ ഒരു ADGP തെക്കൻ വടക്കൻ മേഖലയിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ കുഴപ്പം നടന്നതെന്ന്? ADG ഇപ്പോൾ DGP തന്നെ അവിടെ താമസിച്ചാലും ഇത് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ക്രിമിനലുകൾ ഇത് ചെയ്യില്ലേ? ഞാൻ ഇവിടെ 2600 പട്ടാളക്കാരെ കൺവായി ആയി കൊണ്ടുപോയതിനിടയിലല്ലേ നമ്മുടെ 40 പട്ടാളക്കാരുടെ ജീവൻ സെക്യൂരിറ്റി ഇല്ലാഞ്ഞിട്ടാ? എന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതുകൊണ്ട് ഇതേപോലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾക്ക് ADGPയോ DGP അവിടെ ഉള്ളതൊന്നും പ്രശ്നമല്ല. അത് നമ്മൾ കാണണ്ടേ? അതുകൊണ്ട് രമേശ് ചെന്നിത്തലയുടെ ആ വിമർശനം രാഷ്ട്രീയമായി എടുക്കാതെ ഇതിൻ്റെ ഗൗരവം കാണാതെയാണ്. ഇപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ടായിരുന്നാൽ അവിടെ പോലീസ് ഓഫീസർമാരും അതിന് താഴെയുള്ള ഉദ്യോഗസ്ഥന്മാരും ഇല്ലേ? ഈ ADGP DGP ആണോ ഇപ്പോൾ ഫീൽഡിൽ പോയി ഇതെല്ലാം നടക്കാതിരിക്കാനുള്ള ശ്രദ്ധ ചെലുത്തേണ്ടത്? അതാത് കാലത്തെ പോലീസാണ്. ഇവിടെ ശ്രീകാന്ത് പറയുകയുണ്ടായി CPMകാർ ഇതെല്ലാം പ്ലാനിട്ട് നടത്തി അവർ ആളെ പുറത്താക്കിയെന്ന് പറഞ്ഞ് ഷോ കാണിക്കുകയാണ് എന്നൊരു വിമർശനം കൊണ്ടുപോകും. ഞാൻ ചോദിട്ടെ, നിങ്ങൾ 236 ആളെ ഞങ്ങളുടെ ആളെ കൊന്ന് ഒരാളെ പുറത്താക്കാനുള്ള മനസ്സെങ്കിലും നിങ്ങൾ എടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങൾ അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഇത് സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇതിനെ ഞങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല ഒരു കാരണവശാലും. പക്ഷേ സുരേന്ദ്രനോട് എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഉണ്ടായാൽ വേറെ എല്ലാ പ്രദേശങ്ങളും ഉണ്ടല്ലോ, ആ പ്രദേശങ്ങളിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ആ രാഷ്ട്രീയ പാർട്ടികൾ സംഘർഷമുണ്ടായാൽ നാട്ടുകാർ തന്നെ ഇടപെട്ട് സകലയും വഴക്കുണ്ടാക്കേണ്ട പോയിൻ്റാന്ന് പറഞ്ഞയക്കുന്ന സ്ഥിതിയുണ്ട്. എന്തുകൊണ്ടാണ് ഈ പ്രദേശത്ത് നിന്നും ഉണ്ടാകാത്തത്? അടികൂടി ജയിക്കാവുന്ന ആളെ കൊന്ന് ജയിക്കാവുന്ന ആ കൊന്ന് ജയിക്കുന്ന രാഷ്ട്രീയം നിലനിൽക്കില്ല. ഞങ്ങൾ മാനുഷ്യ മൂല്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ആളെ കൊല്ലാൻ വന്നപ്പോൾ ചിലടത്ത് അങ്ങോട്ട് നടന്നു കാണും. അത് ഒഴിവാക്കേണ്ടതാണ്. കൊല്ലൽ ഒരു വശം കൊണ്ട് മാത്രമല്ല, എല്ലാ വശത്തും നടക്കുകയാണ്. എല്ലാ രാഷ്ട്രീയക്കാരും അക്കാര്യം ഗൗരവമായി എടുക്കേണ്ടതാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കാവുന്നവരൊക്കെയാണ്. നിങ്ങളിത് അവസാനിപ്പിക്കുമോ? കോൺഗ്രസ് അവസാനിപ്പിക്കുമോ? BJP അവസാനിപ്പിക്കുമോ? ശരി 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 ശ്രീ സുരേന്ദ്രൻ, വേഗം അതിനുള്ള മറുപടി. ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ആനത്തലവട്ടം ആനന്ദൻ്റെ അവസാനത്തെ ആ വാക്കുകൾ ഞാൻ മുഖവിലക്കെടുക്കാം. പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, പീതാംബരൻ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം എന്ന നിലയിൽ നിങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയുമ്പോൾ, കൊലയാളികളെയൊന്നും ഞങ്ങൾ വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുമ്പോൾ, കണ്ണൂരിൽ ഇതിൻ്റെ എല്ലാം സൂത്രധാരകൻ ഇരിക്കുന്നു ശ്രീ P. ജയരാജൻ. അരിയിൽ ഷുക്കൂറിനെ അരിഞ്ഞു കൊന്ന കേസിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട ആളാ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയാ. നിങ്ങളുടെ ആത്മാർത്ഥതയെ എങ്ങനെ ഞങ്ങൾക്ക് കാണാൻ കഴിയും? താങ്കൾ പറയണം. TV രാജേഷ് MLA ആണ്, അദ്ദേഹം നിൽക്കുന്നു, അദ്ദേഹം പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ ജയരാജൻ ആ കേസിൽ പ്രതിയാണെന്ന് തെളിഞ്ഞാൽ അദ്ദേഹം ശിക്ഷ അനുഭവിക്കും. അദ്ദേഹം പ്രതിയാണെന്ന് നിങ്ങൾ അദ്ദേഹത്തെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നു. നിങ്ങളിരിക്കുന്ന ഭരിച്ച അവസരത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് CBI അന്വേഷിച്ച് പ്രതിപട്ടികയിൽപ്പെടുത്തിയില്ല. ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി അദ്ദേഹത്തെ കൂടെ പ്രതിപട്ടികയിൽപ്പെടുത്തി ആ കേസ് ഇന്ന് കോടതിയിൽ വന്നിട്ട് എന്തായി? CBIക്കാർ കൊണ്ടുവന്ന് പുനരന്വേഷണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. ആർക്ക് ജാമ്യം കിട്ടിയില്ല? ഇന്ന് കിട്ടിയപ്പോൾ ജാമ്യം കിട്ടിയില്ല. നിങ്ങൾ കൊണ്ടുവന്ന് അറിയില്ലേ? അല്ലല്ല, ഷുഹൈബ് കേസിലെ പ്രതികൾക്കാണ് ജാമ്യം നിഷേധിച്ചത്. ഈ പറയുന്ന അരിയിൽ ഷുക്കൂറിന്റെ കാര്യത്തിനകത്ത് ആ കുറ്റപത്രം അടക്കുകയാണ് ചെയ്തത്. ഹൈക്കോടതി ആ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്. ശരി ശരി, ഞാൻ ഇടപെടുകയാണ്. എനിക്ക് വേഗം ഒരു ഇടവേളയിലേക്ക് കൂടി പോകണം. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ ഇപ്പോൾ സർക്കാർ, ഹൈക്കോടതി ഇവരൊക്കെ പ്രവർത്തിക്കുന്ന രീതി എത്രമാത്രം ശരിയാണ്? മനുഷ്യരക്തമാണ് തെരുവിൽ കിടന്ന് നിലവിളിക്കുന്നത്. പക്ഷെ നമ്മുടെ പ്രാഥമികമായ താല്പര്യങ്ങൾ എവിടെയാണ് കിടക്കുന്നത്? ഹൈക്കോടതി പറയുന്നു 7 ദിവസത്തെ മുന്നറിയിപ്പ് കൊടുക്കണമെന്ന്. സർ, ഒരു നിമിഷത്തെ മുന്നറിയിപ്പുണ്ടെങ്കിൽ 2 ജീവൻ രക്ഷപ്പെട്ടു പോയേനെ. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അങ്ങേയറ്റം മനുഷ്യത്വരഹിതം എന്ന് വേണമെങ്കിൽ തോന്നാവുന്ന രൂപത്തിലുള്ളൊരു പ്രതികരണമാണ് നടത്തുന്നത്. 7 ദിവസത്തെ മുന്നറിയിപ്പില്ല എങ്കിൽ കോടതിയലക്ഷ്യ നടപടി. ഇനി പരീക്ഷ നടത്തിയില്ല എങ്കിൽ പരീക്ഷ നടത്തേണ്ട ബാധ്യതപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കും. പൊതു ഗതാഗത സംവിധാനം നിരത്തിലിറക്കിയില്ലെങ്കിൽ അത് ചെയ്യാൻ ബാധ്യതപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കും. ഇങ്ങനെയാണോ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രതികരണം വരേണ്ടത് പരിഹാരത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ? അതുപോലെ തന്നെ സർക്കാർ ഇന്ന് കോടിയേരി പറയുകയായിരുന്നു PDPP ഞങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. എന്താണ് ഈ PDPP? വീടിന് കുഴപ്പമുണ്ടാവരുത്, പാർട്ടി ഓഫീസിന് കുഴപ്പമുണ്ടാവരുത്, സാധന സാമഗ്രികൾക്ക് കുഴപ്പമുണ്ടാവരുത്, ജീവൻ പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ മനുഷ്യത്വരഹിതമായൊരു മനോഭാവത്തിലേക്ക് നാം പോകുന്നത് ശരിയാണോ? ഇനി മുഖ്യമന്ത്രിയുടെ കാര്യം. മുഖ്യമന്ത്രി ഇത്തരം വീടുകളിലൊക്കെ പോകുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ളൊരു അപാകത കാണുന്നുണ്ടോ?
മാഹി പള്ളൂർ സംഭവത്തിൽ അദ്ദേഹം പള്ളൂർ പോയല്ലോ, മാഹിയിൽ പോയില്ല. അദ്ദേഹം ശ്രീജിത്തിൻ്റെ വീട്ടിൽ പോയിട്ടില്ല. അപ്പോൾ ഇതൊരു യാത്രാ പരിപാടിയുടെ സാങ്കേതികത്വം എന്ന നിലയിലാണ് കോടിയേരി അവതരിപ്പിക്കുന്നത്. ഒരു മാനവിക യാത്രാ പരിപാടിയുടെ അഭാവം ഇവരെ എല്ലാവരെയും വേട്ടയാടുന്നുണ്ടോ ശ്രീ ആനത്തലവട്ടം? അതിനെപ്പറ്റിയുള്ളൊരു ബോധ്യം വേണ്ടേ ഈ ജനകീയ മുഖമുള്ള നേതാക്കന്മാർക്ക്? ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഇവിടെ തന്നെ ഈ കാസർഗോഡ് അവിടെയുള്ള പാർട്ടി നേതാക്കന്മാർ, സ്ഥലത്തുള്ള പാർട്ടി നേതാക്കന്മാർ പോകാൻ തീരുമാനിച്ചാണ്. അതിശക്തിയായ പ്രതിഷേധമാണ് അവിടെ CPM നേതാക്കന്മാർ വരുന്നതിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് പോയി ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ശരിയല്ല. അവരോട് സഹതാപമില്ലാഞ്ഞിട്ടല്ല, ഈ സംഭവത്തോട് ദുഃഖമുണ്ട്, സഹതാപമുണ്ട്, പ്രതിഷേധമുണ്ട്. അതൊക്കെ ഉള്ളപ്പോൾ തന്നെ അവിടെ പോയി വീണ്ടും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്താൽ അത് അപ്പോൾ വേറെ ചർച്ച ഡൈവേർട്ട് ചെയ്യും, വേറെ സ്വഭാവത്തിലാവും. അത് വരാതിരിക്കുന്നുള്ള കാര്യത്തിൽ മാനുഷിക മൂല്യമില്ലാത്തതുകൊണ്ടോ പരിഗണന നൽകാത്തതുകൊണ്ടോ അല്ല. ഇക്കാര്യത്തിലൊക്കെ അതീവ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുകയും അതിനനുസരണമായി ഇത് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കും, ആ കുടുംബത്തെ സഹായിക്കണമെന്നുള്ള ധാരണയും തന്നെയാണുള്ളത്. അതുകൊണ്ട് അങ്ങനെ എടുക്കണ്ട. പിന്നെ കോടതിയുടെ വിധിയെ സംബന്ധിച്ച് വേണം പറഞ്ഞ കാര്യത്തിൽ, കോടതിയുടെ വിധി കോടതിയോട് അനാദരവല്ല. കോടതി ഇങ്ങനെ പറയുമ്പോൾ ഈ 2 ജീവനൊക്കെ പോകുമ്പോൾ 7 ദിവസം മുന്നറിയിപ്പ് കൊടുത്ത് വേണം ഹൈക്കോടതിയുടെ. അതിലും രണ്ട് വശമുണ്ട്. ഹർത്താലെ നിരോധിക്കണമെന്ന് പറഞ്ഞാണ് അപേക്ഷ കൊടുത്തത്, അല്ലേ? നിരോധിക്കാൻ പാടില്ല, പൊടുന്നനവേയുള്ള ആർക്കെങ്കിലും തോന്നിയാൽ രാത്രി കിടന്നു. ഹർത്താലെ നിരോധിക്കണം എന്ന് പറഞ്ഞ ചേംബർ ഓഫ് കൊമേഴ്സും ഒരു മലയാള വേദിയുമാണ്, അതല്ല കേരളീയ സമൂഹത്തിന്റെ. എന്നാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ എന്താ, കോൺഗ്രസിന്റെ തന്നെ സമീപനം എന്തായിരുന്നു? ഹർത്താൽ പാടില്ല, ബന്ധം പാടില്ല. അവരല്ലേ ഇവിടെ വന്ന് അതെ ഇവിടെ പാളയത്ത് സത്യാഗ്രഹം കിടന്നത്, അവർ തന്നെയാണല്ലോ കേസും കൊടുത്തത് ഹർത്താൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആ ഹർത്താൽ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടവർ കേസ് കൊടുത്താൽ ഞങ്ങൾ അതിനോട് യോജിക്കുന്നില്ല, ഹർത്താൽ നിരോധിക്കണമെന്ന് പറഞ്ഞാൽ. ഹൈക്കോടതി ഇപ്പോൾ എന്താ ചെയ്തിരിക്കുന്നത്? പൊടുന്നനെ സ്പോണ്ടേനിയസ് ഹർത്താൽ പാടില്ല, നിങ്ങളൊരാഴ്ച സമയം കൊടുക്കണം, ഈ കച്ചവടക്കാരെയൊക്കെ അതങ്ങനെ പീഡിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ കൊലപാതകം നടക്കുമെന്ന് നേരത്തെ ഒരു ആഴ്ചയ്ക്ക് മുമ്പ് തീരുമാനിക്കാനോ ആ വിമർശനം വന്നു. ആ വിമർശനം ഇത് രണ്ടും അറിയാണ്ട് ചിലർ പറയാണ് പെട്ടെന്ന് രാത്രി ഹർത്താൽ പ്രഖ്യാപിക്കാൻ പാടില്ല, അതാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ, അത് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പ് തീരുമാനിക്കാൻ നോക്കുക, കൊലപാതകം നടക്കുന്നവരെ പറ്റിയിട്ട് ഹർത്താലായിട്ട്. ഇതെല്ലാം സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ശരി, 30 സെക്കൻഡ് ശ്രീ കെ സുരേന്ദ്രൻ. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് കോടതി കയറേണ്ടി വരുന്ന സാഹചര്യം നിങ്ങളുടെ, അതിനെപ്പറ്റിയുള്ള മറുപടിയോടെ ഈ ചർച്ച അവസാനിപ്പിക്കാം. ഹർത്താൽ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നാട്ടിലെ എല്ലാ ആളുകളും പൊതുവായി ഹർത്താലിനെതിരാണ്. പക്ഷേ ഇപ്പോൾ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരം ഭീകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ എന്ത് വേണം, എന്ത് ചെയ്യാൻ പറ്റും? ആരും ആഹ്വാനം ചെയ്യാതെ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്ന ഒരു ഹർത്താലാണ് യഥാർത്ഥത്തിൽ ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടാവുക. അതുകൊണ്ട് ഹർത്താലിനൊരു മുൻകൂട്ടി, കൊലപാതകത്തിന് വേണ്ടി മുൻകൂട്ടി സമയം നിശ്ചയിക്കാമെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചിക്കാമായിരുന്നു. പക്ഷേ അതല്ലല്ലോ. ഇവിടെ പൊതിച്ചോറ് നൽകുന്നവർ തലച്ചോറ് എടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ സംഭവങ്ങൾ വന്നു ചേരുകയാണ്. ശരി, ആ സംഭവങ്ങൾ വരുമ്പോൾ ഹർത്താലല്ലാതെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാക്കാൻ മറ്റു മാർഗമില്ല. ശരി 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 ശരി, ഞാൻ ഇടപെടുകയാണ്, സമയം കഴിഞ്ഞതുകൊണ്ട്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കും.